എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമുകളിലൊക്കെ തന്നെ ഒരുപാട് മറ്റ് മൃഗങ്ങളുടെ ശല്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോഴി ഫാമൊക്കെ നടത്തുന്ന ആളുകളുടെ ഫാമിൽ, വലിയ കോഴി ഫാമുള്ള ആളുകളുടെ ഫാമിലേക്കൊക്കെ ഈ പട്ടികൾ, അതുപോലെ തന്നെ ഈ കുറുക്കന്മാരൊക്കെ ആക്രമിച്ച് കയറി, കുറുനരികളൊക്കെ ആക്രമിച്ച് കയറി കോഴിനെ പിടിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിന് പ്രതിരോധ മുറകൾ പലതും ഉണ്ടാക്കും. ചിലരുടെ കയ്യിൽ ഈ എയർഗൺ പോലുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എയർഗണിൻ്റെ പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഈ മൃഗങ്ങൾ ഓടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ചില ഫാമുകളുടെ ഉള്ളിലൊക്കെ ഇതുപോലെ തന്നെ എയർഗണ്ണുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത്തരം ആളുകൾ എയർഗൺ ഇപ്പോൾ കയ്യിൽ വയ്ക്കുന്നതിന് ലൈസൻസോ മറ്റു കാര്യങ്ങളോ വേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ വലിയൊരു അപകടമുണ്ട്. അത് അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മേലൂർ ഗ്രാമപഞ്ചായത്തിലെ അടിച്ചിരി എന്ന് പറയുന്ന സ്ഥലത്ത് തെക്കൻ പോളിക്ക് ഒരു വലിയ പറമ്പുണ്ട്. ആ പറമ്പിൽ ഒരു കോഴി ഫാമുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ മംഗോയിസ്റ്റിൻ, റംബൂട്ടാൻ അങ്ങനെയൊക്കെയുള്ള തോട്ടവിളകളാണ്. അപ്പോൾ ഇത് കോൺട്രാക്ട് ചെയ്ത് പൊട്ടിക്കാനും ഇതിനൊക്കെ എടുത്തേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെ പണിക്കാർ ഈ പറയുന്ന തെക്കൻ പോളിച്ചാൻ്റെ ഈ പറമ്പിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു ഷെഡുണ്ട്, അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കും. അതിനുശേഷം ഇത് പൊട്ടിക്കും. അവിടുത്തെ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ഈ മാങ്കോസ്റ്റിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനും പിടിക്കാനൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല്ലറ്റ് നിറച്ച ഒരു എയർഗൺ ഈ കോഴി ഫാമിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പണിക്കാരിൽ പെട്ട ചിലർ അത് കണ്ട് കൗതുകം കണ്ട് ആ എയർഗൺ എടുത്തു. പിന്നീട് അത് വെച്ച് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഈ സമയത്ത് അവിടെ തെക്കൻ പോളി എന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അതിനുശേഷം അതിലുള്ള ആരോ ഒരാൾ ഈ എയർഗണിൻ്റെ കാഞ്ചി വലിച്ചു. ഇത് അബദ്ധവശാൽ ഇത് പൊട്ടി. ഈ പറയുന്ന പല്ലറ്റ് പ്രതാപ് 23 വയസ്സ്, ശിവപെരുമാളാണ് ആളുടെ അച്ഛൻ്റെ പേര്, ചെകുജീവൻ റാം സ്ട്രീറ്റ്, ആലുവ കുറിച്ചിപ്പറമ്പ്, ഇതാണ് അവരുടെ അഡ്രസ്സ്. ആ അഡ്രസ്സിൽപ്പെട്ട ഈ പ്രതാപ് 23 വയസ്സെന്ന ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണിൻ്റെ താഴേക്കൂടെ ഈ പല്ലറ്റ് തുളഞ്ഞു കയറുകയും തലച്ചോറിലൂടെ ഇത് കള്ളിൽ പിരിക്കുകയാണ്. ആദ്യം ചാലക്കുടിയിലെ ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ ആലുവയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം ഉപകരണങ്ങൾ പലപ്പോഴും നമ്മൾ ഇത്തരം സുരക്ഷയ്ക്ക് വേണ്ടി കരുതി വെച്ചെന്തായിരിക്കും, പക്ഷേ ഉപയോഗിക്കുന്നവർക്ക് പറ്റുന്ന വലിയ പാളിച്ച. അബദ്ധവശാൽ ഈ തോക്ക് അബദ്ധവശാൽ ഈ എയർഗൺ പൊട്ടി അതിൻ്റെ പല്ലറ്റ് ഇപ്പോൾ തലച്ചോറിൽ കയറി വേറെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ കഴിയുന്നത്. എന്തായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, എയർഗൺ അത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണെന്നൊക്കെ തോന്നും. പക്ഷേ ഏത് സംഗതി ആയിരുന്നാലും അതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഉപയോഗിക്കാൻ അറിയാത്തവർ ഇതെടുത്ത് തമാശയ്ക്കൊക്കെ കാണിക്കും. ഇത് കയ്യിലിരുന്ന് പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പറയുന്നത്. എന്തായിരുന്നാലും പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കേസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ വെടിവെച്ച ആൾക്കെതിരെ എടുക്കുമെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. എന്തായിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വീട്ടിനുള്ളിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളെടുത്ത് കളിക്കാം. ഇത് അവർക്കൊരു ജിജ്ഞാസയാണ്, കൗതുകമായ സംഗതിയാണ്. എന്തായിരുന്നാലും ഈ യുവാക്കൾ ഇതെടുത്ത് റീൽസൊക്കെ ഉണ്ടാക്കി ഇതിനായിരിക്കാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത്. അതിൻ്റെ ഇടയിലാണ് അബദ്ധവശാലാണ് ഇത് പൊട്ടിയത്. മനഃപൂർവ്വമല്ല, അബദ്ധവശാലാണ് ഇത് പൊട്ടിയത്. ഇത് വേറെ ഒന്നും ആ ചെറുപ്പക്കാരന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.